നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയതാണെങ്കിൽ വളരെ ഫലിക്കുന്നു. എങ്ങനെ നമുക്ക് ആ ശ്രദ്ധയോട് കൂടി അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? The effective fervent prayer of righteous men avails much. Hallelujah. അതായത് എഫക്റ്റീവ് ആയിരിക്കണം, ഫെർവന്റ് ആയിരിക്കണം, റൈച്ചസ് ആയിരിക്കണം. എങ്കിൽ എന്താണ് റിസൾട്ട്? ഉറപ്പാണ്. ഹല്ലേലൂയ. എഫക്റ്റീവ് ആൻഡ് ഫെർവന്റ്, അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്: confess your trespasses to one another and pray for one another that you may be healed. The effective fervent prayer of righteous men avails much. Hallelujah. ഞാൻ ഇന്ന് രാവിലെ അതിനകത്ത് ഈ എഫക്റ്റീവ് പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ, മലയാളത്തിൽ അതിന്റെ വാക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അവരത് ശ്രദ്ധയോടെ എഴുതിയിരിക്കുന്നത്. ഏണസ്റ്റ്ലി ഓർ എഫക്റ്റീവ് പ്രെയർ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് നിശ്ചയമായി കൊടുക്കുന്നതാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം? വിശ്വസിക്കേണ്ടതാകുന്നു. വിശ്വാസം എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഈ ഫെയിൽ ആകുന്ന ഒരു സബ്ജക്റ്റ്. ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വിടുതല്, അല്ലെങ്കിൽ ഞാൻ ആ പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് എന്റെ ആത്മീയ കണ്ണിൽ നമ്മളത് കാണുക. വിശ്വാസം അതാണ് നിങ്ങളുടെ പൗലോസ് പറയുമ്പോൾ കൊലോസ്യ ലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ ഈ വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അല്ലാതെ എല്ലാവരും വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന ചിലപ്പോൾ അത് റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എലീശ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരനോട് പറഞ്ഞു, കർത്താവേ നീ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഇത്രയും വലിയൊരു സൈന്യം വന്നിട്ട് എലീശ അവിടെ കൂളായിട്ട് നിൽക്കുക, ഒരു ഭയവും ഇല്ല. എന്താ? എലീശയുടെ കണ്ണ് തുറന്നിരിക്കുക. അതേസമയം ഈ ബാല്യക്കാരൻ പെടുന്ന ആൾക്കാരുടെ പാലപ്പെടുക, അയ്യോ പോയേ പറ്റേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് കണ്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുക, ആകുല ചിന്തയും. ചില വിഷയങ്ങൾ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴേ നെഞ്ചത്തടിച്ച് അയ്യോ എല്ലാം പോയേ, ഇനി ഒന്നുമില്ല, ഒരുപിടി കയറും എടുത്തോണ്ട്, മറ്റേ ലോക മനുഷ്യരാണ് ഒരു കയറും എടുത്തോണ്ട് അതിന്റെ പുറകെ പോവാ. എന്നാൽ വിശ്വാസക്കാരന് ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഭയപ്പെടത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞ ഭയപ്പെടരുത്. എന്തുകൊണ്ട് ഭയപ്പെടുന്നത് വരുന്നില്ല? ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസം. ആ ഹൃദയദൃഷ്ടി കൊണ്ട് സൈന്യത്തെ, അപ്പോഴേ കർത്താവ് അവന്റെ കണ്ണൊന്ന് തുറന്നപ്പോഴത്തേക്ക് ബാല്യക്കാരൻ പറയുവാ, എന്തൊരു സന്തോഷം, ഒയ്യോ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും ഇല്ലേ, ദൈവത്തിന്റെ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടപ്പോ ആ വിശ്വാസ കണ്ണാൽ നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നില്ല, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമ്മുടെ കണ്ണുകളൊന്ന് തുറന്ന് നമ്മളൊന്ന് വിശ്വാസം കാണാം. അത് കർത്താവേ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ എന്തിനാ? കർത്താവേ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 119 എത്രാം വാക്യം? നിന്റെ ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. വിശ്വാസ കണ്ണാൽ പ്രാർത്ഥിക്കണം. കർത്താവ് ലാസറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്? ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന്. അല്ലെങ്കിൽ ഇപ്പോഴും നീ കേട്ടതിനാൽ ഞാൻ കേട്ടോ. ലാസർ കുഴിയിൽ കല്ലറയിൽ ഇരിക്കുക, അപേക്ഷ കേട്ടോ, പുറത്തു വന്നോ? ഇല്ല, കണ്ണുകൊണ്ട് കണ്ടു. നമ്മളെ കാണുന്നതാണ് നമ്മൾ ആ വിശ്വാസം. ഹല്ലേലൂയ. ദൈവം എനിക്ക് ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ നമ്മുടെ വിശ്വാസ കണ്ണാൽ നമ്മളൊന്ന് കാണാം. അതാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. ദൈവത്തിലൊന്ന് ആശ്രയിക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ്, ഞാൻ പറയുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല, സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകല്ല. ചില ശോധനയിൽ കൂടെ ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ചില സാഹചര്യങ്ങൾ, ചില വിഷമ സന്ധ്യയിൽ കൂടെ നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ നമുക്ക് ആ ദൈവത്തിലുള്ള ആശ്രയം
ഒന്ന് വർദ്ധിക്കണം. ഇല്ലേ, നമ്മൾ ചില വിഷമ ഘട്ടങ്ങളിൽ കൂടുമ്പോൾ ചില രോഗങ്ങളാ, ഡോക്ടർമാർ പറയും ഇനി ഇതിനൊരു മരുന്നില്ല. അന്നേരമായിരിക്കും നമ്മൾ ഇനി മേലോട്ട് നോക്കാന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഡോക്ടറിങ് കൊണ്ട് അത് പറയിപ്പിച്ചത് ആരാ? നമ്മുടെ ദൈവം തന്നെയാ. നീ എന്ത് ചെയ്യണം? നീ മേലോട്ടൊന്ന് നോക്കണം. നിന്റെ കണ്ണൊന്ന് തുറക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉയരത്തിലേക്കൊന്ന് നോക്കണം. കർത്താവേ, നീ എന്റെ ആശ്രയമാണ്. കർത്താവ്, നീ മാത്രമേ ഉള്ളൂ. ഇനി ഉള്ള സോഴ്സുകളെല്ലാം അടഞ്ഞു, ഇനി നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നമ്മൾ ഒന്ന് രുചിച്ചറിയുമ്പോൾ, അതാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മളൊന്ന് കർത്താവിനെ ഒന്ന് രുചിച്ചറിയാൻ തുടങ്ങുമ്പോ, ഈ കർത്താവ് സാധാരണ ആളല്ലോ, ഇത് അത്ഭുതമാണല്ലോ, എന്റെ ജീവിതം മാറിയല്ലോ, ഹല്ലേലൂയ, നീങ്ങിപ്പോയി എന്റെ ഭാവഭാരങ്ങള്, രോഗഭാരങ്ങള് എല്ലാം നീങ്ങിപ്പോയത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് അനുഭവം വന്നാൽ നമുക്കൊരു ഉറപ്പ് കിട്ടും. ഓ, എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതാണ്, എന്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ട്. എന്റെ ദൈവം കൈവിടുന്ന ദൈവമല്ല, അവിടുന്ന് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി, ആരെന്റെ ശബ്ദം കേൾക്കും? അവന്റെ വചനം പറയുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ ഭൂമിയിലേക്ക് തന്റെ വചനം അയക്കുക, സിഗ്നൽ അയക്കുക. അത് ആര് ട്യൂൺ ചെയ്യുന്നു? ആരതിനു വേണ്ടി ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചില പണ്ടേ കാലത്തൊക്കെ അന്ന് റേഡിയോ ഉണ്ട്, FM എന്ന് പറയും, ഷോർട്ട് ഫ്രീക്വൻസിയിലുള്ള ഫ്രീക്വൻസി മോഡുലേറ്റർ എന്നുള്ള FM എന്നുള്ള റേഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയുള്ള സിഗ്നൽസിനെ എന്ത് ചെയ്യും? ഈ റേഡിയോ വേവ്സിനെ ഈ റേഡിയോ കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന്, തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ മുമ്പിൽ പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ സിഗ്നൽസിനെ ഈ റേഡിയോയുടെ ചെറിയ ആന്റിന പിടിച്ചെടുക്കും. ഹാലയിലെ പിടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഇത് മ്യൂസിക്കായിട്ടും ഒക്കെ ഇങ്ങനെ തരും, പ്രസംഗമായിട്ടൊക്കെ കിട്ടും. ഞാൻ പഴയ കാലത്ത് ഇരുന്ന് റേഡിയോ വെച്ച് ട്യൂൺ ചെയ്ത് പ്രസംഗം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ട്യൂൺ ചെയ്യുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. ആ ദൈവ ശബ്ദത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും കർത്താവിലേക്ക് നമ്മളൊന്ന് ഏകാഗ്രമാക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഒരു ചന്തയിൽ കിടന്ന് നമ്മളിങ്ങനെ കിടന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലും അടുത്ത് നിന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആ ഏകാഗ്രമായ കർത്താവിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ശബ്ദം കേൾക്കാൻ പറ്റും. ആ കറക്റ്റ് ശബ്ദം നമ്മളെ ഒന്ന് കൊച്ചു പിള്ളേരിങ്ങനെ നടക്കുന്ന മാതിരി, ട്രെയിൻ ആകുന്ന മാതിരി ദൈവം ഇങ്ങനെ ട്രെയിൻ ചെയ്യുക, ഇല്ലേ? പക്ഷികളെ എന്ത് ചെയ്യുക? പറക്ക പഠിപ്പിക്കുന്നത് പോലെ ചെയ്യുക. അപ്പൊ ഒരു കാര്യം സാധിച്ചു, പിന്നെയും നമ്മൾ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അടുത്ത കാര്യം സാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിച്ചൊരു ധൈര്യം വരുമ്പോൾ നമ്മള് ദൈവത്തിന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ചാഞ്ചൽപ്പെട, കർത്താവേ, ഇതിന്റെ അന്ത്യം എന്താ? ഇതിന്റെ എന്താണ് റീസൺ? അപ്പൊ നമ്മൾ ദൈവസന്നിധി പോയിരിക്കാൻ പോകും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞെന്താ? ദാവീദ് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരെയും ഫിലിസ്ത്യന്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തില് ധൈര്യപ്പെട്ടു. ദൈവമേ, ഈ ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധമുണ്ടായ കാര്യമുണ്ടായാൽ നീ അല്ലാതെ വേറെ ആരുമില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല. പട്ടാളം കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ രാജാവാ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ശത്രുവിനെ ജയിക്കുവാൻ സാധ്യമല്ല. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അവന്റെ മുഴുവൻ രാജ്യപദവി, അദ്ദേഹത്തിന്റെ കഴിവുകൾ എല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മകനായ അബ്ദാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഏഫോദ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവഹിതം എന്താണ്? അതാണ് നാം അവന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് നമ്മൾ പുറപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മൾ ദൈവഹിതം ഇല്ലാത്തടത്തോട്ട് പോയി കഴിഞ്ഞാൽ, ഇല്ലേ, അനാക്ക് മല്യന്മാരുടെ അടുക്കല് യോശുവാണെന്ന് തോന്നുന്നു, മോശ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോരുത്, അവരെ യുദ്ധം ചെയ്യാന് പോരുത്, അവര് നിങ്ങളെ ഓടിച്ചു കളയും. അപ്പോഴേ ഈ അവരും കൂട്ടരും എന്താ പറഞ്ഞ, കോരവും കൂട്ടരൊക്കെ ഞങ്ങള് പോവും, ഞങ്ങളൊന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവര് നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങി. അവര് സക്സസ് ആയോ?
ഇല്ല. മോശയ്ക്ക് അറിയാം, മോശയുടെ കണ്ണ് തുറന്നിരിക്കുക, ദൈവഹിതം എന്താണെന്ന് മോശയ്ക്ക് മനസ്സിലായി. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫെയിൽ ആണെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ സക്സസ്. ഒരു വിഷയത്തിൽ, ഒരു ഭാരത്തിൽ കർത്താവെ നിന്റെ സന്നിധി കൊണ്ടുവരും. ചുമ്മാ നമ്മൾ അങ്ങോട്ടിരുന്ന് മണിക്കൂറാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല കാര്യമില്ല. കർത്താവെ ദൈവഹിതത്തിനായി ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ. ഈ വിഷയത്തിൽ കർത്താവെ എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ കർത്താവെ. ആ സ്വർഗത്തിലെ ആ ഹിതം തിരിച്ചറിയുവാൻ വേണ്ടി ഹല്ലേലൂയ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവ് ആദ്യം അതാണ് വിഷയത്തിന് ഒരു ഗ്രീൻ സിഗ്നൽ അല്ലെ റെഡ് സിഗ്നൽ, ഹല്ലേലൂയ അല്ലെ ഇത് ഇന്നതാണ് വിഷയം. അതുകൊണ്ട് അവിടെ നീ അല്പം ആശ്വസിക്കുക, നീ അല്പം സ്വസ്ഥമായിട്ടിരിക്കുക. നിന്റെ സമയം വരും. അതാണ് ഈ വിഷയമായിട്ട് ഭാരപ്പെട്ടിരുന്ന ഒരു പ്രവാചകൻ ഈ ചില കാര്യങ്ങളൊക്കെ കണ്ട് ആകെ അങ്ങ് മനം മടുത്ത് ആകെ വിഷമിച്ചിരുന്നപ്പോഴേ അദ്ദേഹത്തിനോട് കർത്താവ് പറഞ്ഞു, അയാൾ ദൈവസന്നിധി പോ, എന്താ ദൈവഹിതം എന്തെന്ന് തിരിച്ചൊന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധി പോകണേ. കർത്താവ് എന്തുവാ പറഞ്ഞേ? നീ ആ ദർശനം ഒന്ന് എന്ത് ചെയ്യുക, പലകയിലൊന്ന് തെളിവായി എഴുതുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് നിശ്ചയമായും അത് സമാപ്തിയിലേക്ക് വരുന്നു. അല്ലെ? ഹബക്കൂക്കിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കുന്നു. യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ദർശനത്തിന് ഒരു അവധി. അപ്പൊ എന്താകുമെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് ആ വിഷയത്തിനാണ് പരിഹാരം കണ്ടിരിക്കുന്നത്. അല്ല നമ്മളൊരു വിഷയം എടുത്തുകൊണ്ട് നമ്മുടെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്ത് പറയുന്നു? അതാണ് പറഞ്ഞത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാലത്രേ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പൊ ആ വിഷയത്തിന് എന്തൊന്ന് പരിഹാരം? അതാണ് യഹോശാഫാത്ത് പ്രാർത്ഥിച്ചപ്പോഴേ ബലവാനും കർത്താവേ കാര്യമുണ്ടായ നീ അല്ലാതെ ആരുമില്ല, ഞങ്ങളുടെ ഹൃദയം നിങ്കിലേക്കാകുന്നു, നീ എന്ത് പറയുന്നത് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാ. തന്നെത്താൻ താഴ്ത്തിയപ്പോൾ, വചനം പറയുന്നത് താഴ്ത്തുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവം ദേശത്തിന് നിശ്ചയമായും സൗഖ്യം വരുത്തും. എന്ന് പറഞ്ഞു വായിച്ചു. അപ്പോഴേ അവരൊന്ന് താഴ്ത്തിയപ്പോഴേ എന്താ സംഭവിച്ചെന്നറിയാം? ഒരു ലേവ്യന്റെ മേലെന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവ് വന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാപന്തിയെ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്തിന്യാവിന്റെ മകനായ യെഹിയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകൻ യഹസ്യേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അമ്മേൻ. അദ്ദേഹം പറയാ, ധൈര്യപ്പെടുവീൻ, യഹോശാഫാത്തും പുരുഷന്മാരുമേ ധൈര്യപ്പെടുവീൻ. ഇല്ലേ? നാളെ നേരത്തെ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ശ്രമിക്കുകയും വരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ചെല്ലുവേൻ. നമുക്ക് താഴോട്ട് വായിക്കുമ്പോഴേ എല്ലാം നല്ല വാക്യങ്ങളാണ്. വായിക്കാൻ നമ്മുടെ സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നത് ഈ ലേവിന്റെ മേൽ ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്ത പോലെ നാളെ ഈ സമയത്ത് ചെല്ലുവേൻ. അപ്പോഴാണ് ആ വാക്യം വായിച്ചുകൊണ്ട് നമ്മോട് എന്താണ് പറയുന്നത് എന്നുള്ളത്, നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു എന്ന് വചനം എന്താ പറയുന്നത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണും ഹൃദയത്തിന്റെ ആ ദൃഷ്ടിയും ആ ഹൃദയത്തിന്റെ ആ ചെവി, ആ ദൈവശബ്ദം കേൾക്കാനുള്ള അകത്തെ ഇന്നർ ഇയറും ഒക്കെ ഒന്ന് ഓപ്പൺ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം നമ്മളെ ദൈവമായിട്ട് കേൾപ്പിക്കും. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. അതാണ് ഈ ഏലിയാവിന്റെ പ്രാർത്ഥന എഫക്റ്റീവ്. നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനം 5:16 വായിച്ചത് എഫക്റ്റീവ് പ്രയർ. സാധാരണ ഒരു പ്രയർ അല്ല. രാവിലെ മുതൽ അയ്യോ തന്നെ താഴെ തായോ എന്ന് പറഞ്ഞ് ജാതിയിൽ ജൽപ്പനം ചെയ്യുന്നത് പോലെ അല്ല. ഏലിയാവ് എന്ത് ചെയ്തു? ആദ്യം യാഗപീഠം എന്ത് ചെയ്തു? ശരിയാക്കി, ഇല്ലേ? വിറക് അങ്ങോട്ട് വെച്ചു, തീ അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി, വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഫലപ്രദമായ ഒരു നീരുറവ്. നീരുറവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, വെള്ളം അവിടെ കാണിക്കുന്നത് ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ്. അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക.
ആ ദൈവത്തിന്റെ അതാണ് എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ദേശത്തെ അവിടെ മൂടിയപ്പോൾ അല്ലെങ്കിൽ അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, അല്ലെ പിന്നെ ആരെങ്കിലും ഇവിടെ തീ കത്തുന്നതിന്റെ ഇടയിൽ കൊണ്ട് വെള്ളം ഒഴിക്കുമോ? കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ചെയ്യാൻ പോവോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ, ജനം വിശ്വസിക്കണമെങ്കിൽ, അവിടെ അത്ഭുതം നടക്കണമെങ്കിൽ കർത്താവിന്റെ ആത്മാവ് എന്ത് പറയുന്നു അത് ചെവിയോട് കേട്ട് ഉത്തരം കൊള്ളുന്നവരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആളുകളെയാണ് എഫക്റ്റീവ് പ്രയർ എന്ന് പറയുന്നത്. അത് ആര് പ്രാർത്ഥിക്കണം എന്നുള്ളത് അടുത്ത രണ്ടാമത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതോട് നമ്മൾ വരുന്നുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെയുള്ള ഒരു പ്രാർത്ഥിക്കുമ്പോഴാണ് ആൻസർ കേൾക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് പ്രയർ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. കർത്താവതാ പറഞ്ഞത് ഹല്ലേലൂയ. കർത്താവതാ പറഞ്ഞത് നിങ്ങളുടെ അല്പവിശ്വാസമൊക്കെ ഒന്ന് മാറണം. അല്പവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊച്ചു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ നോക്കുക, കണ്ണ് പ്രകാശിച്ചിട്ടില്ല, ഹൃദയദൃഷ്ടി എന്താ? കർത്താവിന്റെ ആത്മാവ്. കർത്താവ് പോലും അറിഞ്ഞില്ല ശിഷ്യന്മാരെന്ത് ചെയ്ത് രോഗികളെ സൗഖ്യമാക്കുവാന് ഒരു മിനിസ്ട്രി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കർത്താവ് അറിഞ്ഞില്ല. കർത്താവ് ചോദിച്ചു, ഇവിടെ എന്താ കാര്യം, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നേ? ഇല്ലേ, ശിഷ്യന്മാരെടുക്കാൻ ഒരു രോഗിയെ കൊണ്ടുവന്നപ്പോഴേ, ചന്ദ്രരോഗമുള്ള വൈദ്യനെ കൊണ്ടുവന്നപ്പോഴേ കർത്താവ് പോലും അറിഞ്ഞില്ല. ആദ്യം എന്താ കർത്താവിന്റെ ആത്മാവ് എന്ത് പറയണം? കർത്താവിനോടാണ് ഇവർ ചോദിക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും പുത്രന് മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ ഞാൻ എന്ത് ചെയ്തു തരും. അപ്പൊ കർത്താവിന്റെ നാമത്തില് നമ്മളങ്ങോട്ട് അതാണ് ഏരിയ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞത് എങ്ങനെയാ? 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുണ്ട്, യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് അംബാസിഡറാക്കി ഇവിടെ വെച്ചിരിക്കുക. സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഉണ്ടാകുകയില്ല. ആദ്യത്തെ വാക്ക് തന്നെ യഹോവയാണ്. അപ്പം ആ വാക്കിനാണ് ഇമ്പോർട്ടന്റ്. അടുത്ത അധ്യായത്തിന്റെ ആദ്യത്തെ വാക്ക് ഒന്ന് വായിച്ചു സിസ്റ്റർ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിനെ കാണിക്ക, ഞാൻ വാക്യം വളരെ ശ്രദ്ധിക്കണം. വായിച്ചങ്ങ് വിട്ടാലാക്കത്തില്ല, വായിച്ച് ഓടിപ്പോയി കഴിഞ്ഞാകത്തില്ല. ഏലിയാവിന് യഹോവയുടെ ആത്മാവ് വന്നു, ഇല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? അരുളപ്പാടുണ്ടായി. അരുളപ്പാടില്ലാതെ പോയി കഴിഞ്ഞാൽ ഫെയിലാവും. അപ്പം ആ ശബ്ദം കേട്ടപ്പോഴാണ് ഏലിയാവ് എന്ത് ചെയ്തത്? മഴ ഉണ്ടാകാൻ വേണ്ടി പിന്നെന്ത് ചെയ്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അവന് നിന്നെ തന്നെ കാണിക്കുന്നതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവം അവിടെ അത്ഭുതം ചെയ്യുന്നുള്ള സമയമായപ്പോ അതാണ് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ സമയത്തെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കറക്റ്റ് സമയത്ത് ദൈവം എന്ത് ചെയ്തു? അവിടെ മഴ പെയ്യിച്ചു. അത് കർത്താവ് കൊടുത്ത ആലോചന മനസ്സിലാക്കിയപ്പോൾ ആ കറക്റ്റ് മൊമെന്റ് മനസ്സിലായി. ഹല്ലേലൂയ. അതുമാതിരിയാണ് വിശ്വാസത്തോടെ ഫെർമൻ എഫക്റ്റീവ് പ്രയർ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ അതിനുവേണ്ടി ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്ലിയർ ചെയ്യണം. ഹല്ലേലൂയ. പെട്ടെന്ന് ഓടിച്ചെന്ന് കണ്ണുടച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പിള്ളേർ പ്രാർത്ഥിക്കുന്ന മാതിരി നല്ലതാ. ദൈവം ആ പ്രാർത്ഥന അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കർത്താവ് പ്രാർത്ഥന കേൾക്കും. അവർക്ക് ആ വളർച്ചയുള്ളൂ. നമ്മൾ പിഞ്ചു പിള്ളേർ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാതിരി. പക്ഷെങ്കില് നമ്മളൊന്ന് ഗ്രാജുവലായിട്ട് ദൈവസന്നിധി ആവുമ്പോൾ നമ്മൾ ഒരു ട്രെയിൻഡ് ആളുകളാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും. എന്നും കൊച്ചു പിള്ളേർ പ്രാർത്ഥിക്കുന്ന മാതിരി പ്രാർത്ഥിക്കാൻ നമ്മളെ ദൈവം എന്ത് ചെയ്യാം? നമ്മൾ അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ശുശ്രൂഷ നിങ്ങളുടെ മേൽ ഫലമേൽപ്പിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എങ്ങനെയാണ് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോഴേ ഇയ്യോബ് ഭാര്യ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണപ്പെട്ടവരെ എന്നാല് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ ശരിയാ. എങ്ങനെയാ പറഞ്ഞ ഭാര്യ? നീ പോയി എന്ത് ചെയ്യാ? നീ ഇനിയും ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു, നീ പോയി എന്ത് ചെയ്യാ? ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നോക്കണേ, 1 by 1 ആയിട്ട് ജീവിതത്തിൽ ഓരോരോ ഭാരങ്ങൾ ഇങ്ങോട്ട് വരും. ഒന്നിന് പുറകെ ഒന്നായിട്ട് 10 മക്കള്, വിഷയങ്ങള്, ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങള്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള്, ഏത് വിഷയങ്ങൾ ഓരോന്നോരോന്ന്, ശരീരത്തോടുള്ള വിഷയങ്ങൾ, ഭാരത്തിന് 1 by 1 ആയിട്ട് ആഞ്ഞടിച്ചപ്പോൾ വചനത്തിൽ ഒരു വാക്യമുണ്ട്, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് 25:4 ഭയങ്കര ചീറ്റൽ മതിലിന് നേരെ
ഭയങ്കരമായിട്ട് അടിച്ചപ്പോൾ അതുകൊണ്ട് ബലമുള്ള ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കുന്നു. അമേൻ. ഹല്ലേലൂയ. യോബിന്റെ മനസ്സിൽ ആ വാക്യമാ വന്നേ. ഹല്ലേലൂയ. എന്റെ എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്റെ ദൈവം എന്നെ കൈവിടുന്ന വിഷയം, ഇതിനൊരു പരിഹാരം ദൈവം ഉണ്ട്. അവന്റെ വിശ്വാസം കണ്ടെന്നുകൊണ്ട് അവന് മനസ്സിലായി സാത്താനാണ് ഇതിന്റെ പുറകെ നിന്ന് ദൈവത്തെ പോലും ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാ ഇതിനെതിരെ പാര വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മനസ്സിലായി. ഹല്ലേലൂയ. യോബും ദൈവം ഒരുമിച്ച് നിന്ന് ഒരേ ആത്മാവിൽ നിന്നപ്പോൾ ശത്രു തന്ത്രങ്ങളെയൊക്കെ മനസ്സിലായി. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ നിന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് കൂടെ ഇന്ന് കുറ്റം പറയുന്നവരെ ഇവർക്ക് കണ്ണൊന്നും തുറന്നിട്ടില്ല, അവർക്ക് അറിയത്തില്ല. അവർ ഓരോ നോക്കുമ്പോൾ താഴോട്ടാ നോക്കുന്നത്. യോബിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നോ ഇങ്ങനെ ചില എന്താ പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അരിച്ചു നോക്കുന്ന മാതിരിയും എന്തെങ്കിലും ഒരു പഴുത്ത് കാണാൻ നോക്കുക അവരെ. എന്നാൽ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ആ ചെവിയോട് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യിരെമ്യാവ് 20 പറഞ്ഞിരിക്കുന്നത് എന്താണ്? His word is like a burning fire, shut up my bones. I was very hold back. I could not. Hallelujah. Means എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഭയങ്കര തീയ. അതാണ് പറഞ്ഞിരിക്കുന്ന ഫെർവന്റ് പ്രയർ. രണ്ടാമത്തെ കാര്യം എന്താ? എഫക്റ്റീവ് ആൻഡ് ഫെർവന്റ് പ്രയർ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് വിശ്വാസ കണ്ണ് തുറന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നെന്ന് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തോട് നാം ദൈവസ്ഥനെ ചോദിക്കട്ടെ, കർത്താവേ അതിനുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. കർത്താവേ നിന്റെ കരങ്ങളിൽ ഞാൻ വിഷയം ഏൽപ്പിക്കുന്നു. സ്വർഗം ഹാൻമേറ്റ് 1 സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 അടുത്ത സ്റ്റെപ്പ് കർത്താവ് കാണിച്ചു തരും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ ചിലപ്പോൾ വലിയ വലിയ വിഷയങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തീരാത്ത വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. വലിയൊരു ബിൽഡിംഗ് പണി, വലിയൊരു ചർച്ച് പണിയാ, ഒരു ദിവസം കണ്ട് ആദ്യമേ ഫൗണ്ടേഷൻ ഇടാൻ പ്രാർത്ഥിക്കണം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് അതൊരു വലിയൊരു പ്രോജക്റ്റാ. ഇങ്ങനെ പ്രോജക്റ്റ് വൈസ് പ്രയറും ഉണ്ട്, ചെറിയ പ്രയറും ഉണ്ട്. ഹല്ലേലൂയ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നെഹെമ്യാവ് മതിൽ പണിതപ്പോഴേ ഹല്ലേലൂയ അതിനെ എന്ത് ചെയ്തു? ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു, ഇല്ലേ? കരഞ്ഞു. ചില ദിവസങ്ങളിൽ കരഞ്ഞപ്പോൾ ദൈവഹിതം മനസ്സിലായി. അതാണ് പറഞ്ഞിരിക്കുന്നത്, രാജാവിന്റെ ഹൃദയം ചെയ്യുക, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നോണ്ട് എന്ത് ചെയ്തു? വഴിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു. ചില വിഷയങ്ങൾ വേണ്ടി ചിലരങ്ങ് പണിയോ പൈസ മുഴുവൻ വെച്ചിട്ടുണ്ട്, ഒരു കാര്യവും അങ്ങോട്ട് നടക്കുന്നില്ല. എന്താ? ദൈവത്തിന്റെ കൈ അനുകൂലം. എങ്ങനെ മനസ്സിലാകും ദൈവത്തിന്റെ കൈ അനുകൂലമാണോ ഇല്ലയോ എന്ന്? നമ്മൾ കരഞ്ഞ് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ. ഹല്ലേലൂയ. വചനം പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഉന്നതനും നമ്മൾ വായിച്ച വാക്ക്, ഉന്നതനും ഉയരത്തിൽ വസിക്കുന്ന ദൈവമാണ്. എന്നാൽ മനസ്താപവും മനോവിന്യമുള്ളവരോട് കൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം എന്ത് ചെയ്യുക? ആ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ വരണം. കർത്താവ് എന്ത് ചെയ്യുക? ഉന്നതനാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. സകലവും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവം, ആ ഉന്നതനായ ദൈവം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എങ്ങനെ പറഞ്ഞത്? തന്നെ താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിന്റെ താഴത്തെ ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആ ക്രിസ്തുവിന്റെ പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണോ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളും ക്രൂശിലെ മരണത്തോളും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും.
അമ്മേൻ ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവത്തിന്റെ ക്യാരക്ടർ കർത്താവിൽ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി. സകല ഭൂവാസികളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് ഭൂമിയിൽ നൽകപ്പെട്ട ഒരേ നാമം, അതാണ് പറഞ്ഞത്, സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, സകലരും ഒരുപോലെ ഏറ്റുപറയുന്ന നാമം, ഒരത്ഭുത നാമമായി യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അവനെ സേവിപ്പാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായിട്ട് നാം ദൈവത്തിന് 1000 സ്തോത്രം പറയണം. ഹല്ലേലൂയ. നമ്മെ ആ സൈന്യത്തിന്റെ, ദൈവത്തിന്റെ സൈന്യത്തിൽ ഒരു അംഗമാക്കി കർത്താവ് നമ്മയും ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുക? വാഴുക. അതിനുവേണ്ടി ദൈവം നമ്മൾ ഇന്ന് ദൈവത്തിന് പകരമായിട്ട് ഇന്ന് ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ഉറപ്പോട് നമ്മൾ ദൈവസന്നിധി എന്ത് ചെയ്യണം? അതാണ് അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ ആ ഉറപ്പും ബലവും കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ഉണ്ട്. അതാണ് വിശ്വാസത്തിന്റെ ആ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട്, പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ജീവിതം കർത്താവ് നമ്മൾ ആഗ്രഹിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത് ഫെർവന്റ് പ്രയർ. യോബ് അതൊന്നും കണ്ടിട്ട് പറഞ്ഞില്ല. എന്റെ വീണ്ടെടുപ്പുകാരൻ എന്താ പറഞ്ഞത്? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിക്കഴിയുമ്പോ പ്രാർത്ഥനയുടെ ഉറപ്പ് റിസൾട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് സമയത്ത് ദൈവം അത് പ്രയോഗിക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ജോബ് എല്ലാം നഷ്ടപ്പെട്ടു, കാര്യങ്ങളെല്ലാം പോയി, പക്ഷേ ഉറപ്പ് എന്ത് ചെയ്യുക? ഉറപ്പോടുണ്ട്. ആങ്കർ, ആ പ്രത്യാശ മുറുകെ പിടിക്കുക. ഒരിക്കലും ദൈവം കൈവിടുന്ന ദൈവമല്ല. ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചത് അതിന്റെ നാളോടെ തേക്കുവാൻ ശക്തനാണ്. കൈവിടുന്ന ദൈവമല്ല. അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് സാധ്യമല്ല. മാറാത്തവൻ. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ പറഞ്ഞില്ലേ? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അമ്മാവ് നമ്മൾ ഒന്നിച്ച് കർത്താവ് പണി. അപ്പൊ നമ്മള് ഫെർവന്റ് എഫക്റ്റീവ് പ്രയർ ആയിരിക്കണം, ഫെർവന്റ് പ്രയർ ആയിരിക്കണം. പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാനായിരിക്കണം. എന്താണ് ഈ നീതിമാൻ? നീതിമാന്റെ സത്യത്തോട് റൈച്ചസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റൈച്ചസ് മാൻ എന്ന് പറഞ്ഞാൽ ആര് നീതിമാനില്ലെന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. എല്ലാവരും വഴിതെറ്റി എന്ത് ചെയ്യാ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല. ഈ പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അപ്പൊ ഏത് പാപത്തെ അവൻ ചെയ്യുന്ന, നമ്മൾ ചെറുതും വലുതുമായ പാപങ്ങൾ, അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത് നോക്കിയത്, ദൈവത്തിന് ഇതുമല്ലാത്ത പാപങ്ങളെ പറ്റിയൊക്കെയാണ് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമെന്ന് പറയുന്നത് തെറ്റാണ്. പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത് ദൈവം നമ്മെ നീതീകരിച്ചു, പക്ഷെ ഞാൻ ഒരു നീതിമാനല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ തെറ്റാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പക്ഷെങ്കില് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് കർത്താവിന്റെ അടുക്കൽ നമ്മൾ ചെല്ലാതിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ദാസനായ വാക്യങ്ങളൊക്കെ എടുത്തതിന് പകരം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്നാ ഇത് കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴേ നമ്മൾ കർത്താവ് നമ്മളെ നീതിമാനാക്കി. അതാണ് പറഞ്ഞത്. നീതിമാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീതിമല്ല. നിന്റെ രക്തം കൊണ്ട്, കാൽവരി ക്രൂശിലെ രക്തം കൊണ്ട്, അതാണ് കുഞ്ഞാടിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തില് ഒരു നിരപ്പിന്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1:20 നോക്കട്ടെ. 1:21 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ടു തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അടുത്ത വാക്യം പറയുന്നത്, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടേ അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമില്ലാത്തവനെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? അവനെ പാപമാക്കി. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ വഹിച്ചു. അപ്പൊ എന്റെ യേശു എന്റെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച് എന്നെ എന്ത് ചെയ്യാ? എന്നെ നമ്മൾ വായിച്ച വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ എന്ത് ചെയ്തു? നിരപ്പിച്ചു. എന്തിനാ? അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ആരെയാ നിർത്തുന്നത്? ദുഷ്പ്രവൃത്തിക്കാരായ നമ്മെ, മനസ്സുകൊണ്ട് അകന്നവരായ നമ്മെ, ശത്രുക്കളായ നമ്മെ
കർത്താവിന്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, കർത്താവെ നിന്റെ രക്തം എന്റെ പാപത്തിന് പരിഹാരം ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, അവിടുത്തെ രക്തം എന്റെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു, അവിടുത്തെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ ശത്രുവിന്റെ മുഴുവൻ ആയുധങ്ങളും അവിടെ എന്ത് ചെയ്യുക? അതിന്റെ ആയുധങ്ങൾ അവിടെ താഴെ. അതാണ് ആയുധം വെപ്പിച്ചെന്ന് പറഞ്ഞാൽ. അവന്റെ ആയുധങ്ങൾ, അവൻ നമുക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെല്ലാം പടുക്കോന്ന് താഴെ വീഴും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവൻ കുറ്റം ചുമത്തുന്ന അവരെ പരസ്യമായ കാഴ്ചയാക്കി. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. അപ്പൊ അതാണ് എഴുതിയ സ്വന്തം പുത്രനെ ആദരിക്കാം, നമുക്ക് വേണ്ടി എല്ലാം തന്നവൻ അതിനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പൊ ഈ വചനം അങ്ങോട്ട് ഉള്ളപ്പോ പിശാച് ഈ വചനം അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് പിശാചിന് അവിടെ ഒരു ക്ലെയിമില്ല. ആബേലിന്റെ കുഞ്ഞാടിന്റെ രക്തവും അവന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു, ഹല്ലേലൂയ, അവന്റെ പാപത്തെ ഞാൻ എന്നേക്കും മായ്ച്ചു കളഞ്ഞു, ഹല്ലേലൂയ, എന്നെ അവനുമായിട്ട് എന്ത് ചെയ്തു? നീതീകരിച്ചു. വചനം പറയുന്നു അവൻ നമ്മുടെ സമാധാനം, ഹല്ലേലൂയ, അവൻ ജീവനുള്ള ഒരു പുതുവഴി സ്വർഗത്തിലേക്ക് നമുക്ക് തുറന്ന് തന്നു, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ നീതിമാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്ക് രക്ഷയുണ്ട്, എന്റെ പാപത്തിന് അവിടുന്ന് പരിഹാരമായി, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നു, ഹല്ലേലൂയ എന്ന് നാം വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടുത്തെ രക്തത്താൽ നാം എന്ത് ചെയ്യുക? നീതീകരിക്കപ്പെടുക, ഹല്ലേലൂയ. നാം അവനിൽ ആശ്രയിച്ചിട്ട്, അതാണ് വചനം പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവന്റെ രക്തത്താൽ നമുക്ക് എന്ത് ചെയ്യാം? വിശ്വാസത്താൽ നീതീകരണമുണ്ട്, ഹല്ലേലൂയ. നാം ചെയ്ത പ്രവൃത്തികളെ എല്ലാം ശത്രു ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടിടുമ്പോൾ, ഇപ്പൊ നമ്മൾ കുറ്റമേറ്റ് പറഞ്ഞാലും യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഒരുത്തന് തെറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്, ഇല്ലേ? നമുക്ക് വേണ്ടി. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഹല്ലേലൂയ. ആ മഹാപുരോഹിതൻ എന്നേക്കും ജനത്തിന്റെ പാപത്തിന് തന്നെ, ഹല്ലേലൂയ, ജനത്തിന്റെ പാപത്തിന് വേണ്ടി അവിശുദ്ധ മന്ദിരത്തിലേക്ക് ആണ്ടുതോറും കടന്നു പോകേണ്ടതുണ്ട്. എന്നാ നമുക്ക് വേണ്ടി എന്നേക്കും 24 hours, ഹല്ലേലൂയ, 7 days, ഹല്ലേലൂയ, അവിടുന്ന് സ്വർഗത്തിൽ ജീവനുള്ള പുതുവഴി തുറന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. അത് നമ്മൾ വിശ്വാസ കാണണം. ആ രക്തത്താൽ ആ സ്വർഗത്തിലേക്ക് കടന്ന്, എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴേ, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള വരം ലഭിപ്പാനും നാം എന്ത് ചെയ്യാ? ധൈര്യത്തോട് ആ കൃപാസനത്തോടൊന്ന് അടുത്ത് വരുവാനുള്ള ധൈര്യം അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്, ഹല്ലേലൂയ. നമ്മൾ അവനുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പില് അതാണ് നമുക്ക് ആ ധൈര്യം ഉണ്ട്. കർത്താവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഹല്ലേലൂയ. ആ ഉറപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് പുസ്തകം പറയുമ്പോൾ, ഹല്ലേലൂയ, ആ ഒരു ഉറപ്പുള്ള ഒരുത്തിനെയാണ് നീതിമാൻ എന്ന് ബൈബിളില് പറയുന്നത്. അല്ലാതെ ഒരു കുറ്റമില്ല, എല്ലാം പരിശുദ്ധനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയില്? ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കത്തില്ല. പെർഫെക്റ്റ് ആയി ആളിനെ എന്ത് ചെയ്യാം? കർത്താവ് സ്വർഗത്തില് കൊണ്ടുപോകും, ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ. അതാണ് വചനം പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ അവന് ജോലിയൊന്നും ചെയ്യാതെ, കാര്യങ്ങളൊന്നും ചെയ്യാതെ, വെറുതെ കണ്ണുടച്ച് ആകാശത്തിൽ നിന്ന് കർത്താവ് ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ വരുന്നെന്നുള്ള കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ. ഒരു നീതിമാനാക്കുന്നത്. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതവൻ നീതിയായി. അപ്പൊ നാം എന്ത് വിശ്വസിക്കുക? എന്താ വിശ്വസിക്കണ്ടേ? റോമാലേഖനം 9-ാം അധ്യായത്തിലാണോ 10-ാം അധ്യായത്തില് തന്റെ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതാണ് ഇസ്രായേലിൽ തന്നെ എഴുതിയിട്ടുണ്ട് 13-ാം അധ്യായത്തിലെ, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരവേളം എന്ന സ്തോത്രയാഗം
ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞ അവന്റെ നാമത്തെ നാം ഏറ്റുപറയുക. യേശുവിനെ മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ചവൻ എന്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വർഗത്തിൽ അവിടുന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഓ എന്റെ നീതിമാൻ, അതാണ് യോബ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ഒരുമേൽ എന്ത് ചെയ്യാ, പൊടിമേൽ എന്നെ നിർത്തും. നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ആ ഉറപ്പും ധൈര്യം ഉണ്ടപ്പോഴേ നാം ദൈവത്തിനോട് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് വരാനുള്ള ഒരു ധൈര്യമുണ്ട്. അവിടെ സ്വർഗീയ ദൂതന്മാരുണ്ട്, ദൈവത്തിന്റെ സൈന്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ അന്യ നന്മകളാലുണ്ട്, ജീവനും പറ്റിക്കും വേണ്ടിയത് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ആ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് നമ്മെ ഒരു സൈന്യമാക്കി, ഒരു അംബാസഡർ ആക്കി വെച്ചിരിക്കുക ഇല്ലേ? കൊലോസ്യ ലേഖനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവനെന്ത് ചെയ്യാ, നിങ്ങള് ഒരു അംബാസഡർ ആക്കി വെച്ചിരിക്കുന്നല്ലേ? സ്ഥാനാർത്ഥികളായി ദൈവത്തോട് എന്ത് ചെയ്യാ, നിരന്നു കൊള്ളുവാൻ. 2 കൊരിന്ത്യകളാണെന്ന് തോന്നുന്നു ഇല്ലേ? ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്ന പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ നമ്മളത് വിശ്വസിക്കുക. നമ്മൾ പാപം ഇല്ലാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കിക്കൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വഹിച്ചു, കുഞ്ഞാണിന്റെ മേൽ. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോഴേ, വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ റിഡീം ചെയ്തിരിക്കുക, വീണ്ടെടുത്തിരിക്കുക. പിന്നെ നമ്മളിനി പേ ചെയ്യേണ്ട കാര്യമില്ല. സ്വർഗം നമുക്ക് വേണ്ടി കരുതിരിക്കുക. അതുകൊണ്ട് ഫിലിപ്പിയർക്കാർക്ക് പറയുന്നത് പോലെ ബി ആൻഷ്യസ് ഫോർ നത്തിങ്. ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നത്, ബട്ട് എവറിതിങ് ബൈ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക. അപ്പൊ നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി, അങ്ങോട്ട് വിശ്വാസത്തോടെ, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ആൻഷ്യസ് ഫോർ നത്തിങ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ബട്ട് ഇൻ എവറിതിങ് ബൈ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ. പ്രേയറിന് ചില സബ് സിസ്റ്റം ഉണ്ട്. പ്രാർത്ഥനയിൽ നിന്ന് തന്നെയാണ് സ്തുതിയും വരുന്നത്. അതും ദൈവത്തെ. സപ്ലിക്കേഷനും അതാണ്. ധ്യാനിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. കർത്താവേ, നിന്റെ വചനം എന്ത് പറയുന്നു? ഈ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഇത് വചനപ്രകാരം പറയുന്നത് ആത്മാവ് പറയത്തുള്ളൂ. ആത്മാവും വചനവും എല്ലാം എന്ത് ചെയ്യുക, കോയിൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. ആരെങ്കിലും അതിനെതിരായിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വചനത്തിലുള്ളതല്ല, പറയുന്നത് ദൈവത്തിന്റെ ആത്മാവല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. എന്നിട്ട് വിത്ത് താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ കണ്ണാൽ കാണണം. കർത്താവ് എന്ത് ചെയ്തു? ലാസറിനെ കല്ലറയിൽ ഇരിക്കുമ്പോൾ തന്നെ 3 ദിവസം നാൽറ്റം വെച്ച് കല്ലറയിൽ ഇരിക്കുന്ന ലാസറിനെ വിശ്വാസ കണ്ണാൽ അവൻ എഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? താങ്ക്സ്, ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ കർത്താവ് തക്ക സമയത്ത് നീ അത് മകന്റെ വിവാഹ കാര്യം, മകളുടെ കാര്യം, കർത്താവെ നീ അത് നടത്താൻ പോകുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന ദിവസം ഇന്ന വിഷയങ്ങളില് കർത്താവ് ഇത്ര ദിവസം നടത്തുന്നല്ലോ. ഹല്ലേലൂയ. അത് നീ എന്നെ കാണിച്ചിരിക്കാൻ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് വിശ്വാസ പ്രാർത്ഥന. ഹല്ലേലൂയ. അതിന് നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. കർത്താവേ, അതാണ് ഞാൻ പ്രാർത്ഥന. കർത്താവ് ഒരു വിഷയത്തിൽ, എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടാതെ, ആൻഷ്യസ്, എങ്ങനെ വായിച്ച സിസ്റ്ററെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ, ഹല്ലേലൂയ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, നന്ദിയോടെ. മലയാളത്തിലെ സ്തോത്രത്തോടായി, ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ്? വിത്ത് താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്താൽ അത് ലഭിച്ചെന്ന ഉള്ളറപ്പോടെ, ആ ധൈര്യത്തോടെ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നത് എന്താ? ഹല്ലേലൂയ, തക്ക സമയത്ത് വേണ്ടി അവിടുന്ന് മഴയും മഞ്ഞും അയച്ച് എന്ത് ചെയ്യും? അതിന് പരിഹാരം കാണും. അല്ലെ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ദൈവത്തിന്റെ വചനം വെറുതെ വരുന്നില്ല. 55-ാം വാക്യത്തിലാണെന്ന്, അത് അയച്ച കാര്യം സാധിപ്പിക്കും. അത് ചെയ്യാതെ അത് മടങ്ങി വരാതെ, അത് വിത്ത ദൈവത്തിന്റെ വചനം ജീവനാണ്.
അത് വളർന്ന് അതിനകത്ത് എന്റെ കാര്യം സാധിപ്പിച്ചിട്ട് അത് തിരിച്ചു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഹൃദയത്തിൽ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ വരും. നേരം പോയി കൺഫ്യൂഷനോ അതും ഇതോ ഇതൊന്നും നടക്കത്തില്ല. ഞാൻ ഒത്തിരി നോക്കിയതാ. നെഗറ്റീവ് ഇയ്യോബ് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ വാക്ക് പറയണം, നെഗറ്റീവ് വാക്ക് പറയരുത്. ഇല്ലേ, ഇത്രയും വലിയ ഇല്ല അവന്മാര് പറഞ്ഞു ഇങ്ങനെ മല്ലന്മാരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ ഇരിക്കുന്നെന്ന്. ഇതിലും വലിയ മല്ലിന്റെ അടുക്കയിൽ നിന്ന് ജയിച്ചിങ്ങോട്ട് വന്ന ആളുകളാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വേട്ടൊന്നും പറയാതെ കർത്താവേ നീ വലിയവൻ, ഹല്ലേലൂയ, ശക്തനായവൻ എന്റെ കരുത്തിൽ പിടിച്ചിരിക്കുന്നു, അവരോടുകൂടെ ഉള്ളതിലും വലിയവൻ, ഹല്ലേലൂയ, നമ്മോടുകൂടെ ഉണ്ട്, ഹല്ലേലൂയ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, സർവ്വത്തിന്റെ ഉടയവനും നാഥനുമായ ദൈവം. ഓ ഹല്ലേലൂയ. ആ ദൈവം എളിയവരായി നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അവിടുത്തെ പ്രവൃത്തി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ നമ്മൊന്നും ഭാരപ്പെടേണ്ട, ദൈവം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ചില സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രേ വിത്തൗട്ട് സീസിങ്, ഇരക്കപ്പെടാതെ. എന്താ പറഞ്ഞു, മടുത്തു പോവാതെ പ്രാർത്ഥിപ്പാൻ. ഇനിയാത്ത നാഴിക ശത്രുവിന്റെ മുമ്പിലൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും, ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. അതാണ് 16-ാം സങ്കീർത്തനത്തിൽ ആ വാക്യമുണ്ട് ഇല്ലേ, ഞാൻ നിലമേൽ ദൃഷ്ടി വെച്ച് നിനക്ക് എന്ത് ചെയ്യും, ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ. അതെ. അപ്പൊ ആ ഒരു ദൃഷ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് കാണണം. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യിരെമ്യാവ് 33:3 3:3. അതാണ് നമ്മുടെ എന്താ ആ 3:3 എന്താണെന്നറിയാമോ? അല്ലല്ല, 3:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ പാസ്വേഡാ, സൂമിന്റെ പാസ്വേഡാ. 3:3 എന്ന് പറഞ്ഞാൽ യിരെമ്യാവ് 33:3. ആ വാക്യാർത്ഥം കാണാനറിയാമോ? എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്തത് എന്താണ്, അഗോചരമായ കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമേൻ. ഹല്ലേലൂയ. കാര്യങ്ങൾ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കുക. തക്ക സമയത്ത് നമ്മൾ ദൈവത്തിന് ആയിരിക്കും. നമ്മൾ ദൈവത്തിന് അല്പസമയം ഒന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് നടന്ന് ഭാരപ്പെടാതെ, അവിടെ ഇവിടെയൊക്കെ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരപ്പെട്ട് ചഞ്ചലപ്പെടാതെ, ഹല്ലേലൂയ, ഹൃദയം കലങ്ങാതെ ദൈവത്തിലൊന്ന് അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. പിതാവ് നമുക്ക് വേണ്ടി കരുതുന്ന സ്നേഹവാനായ ദൈവം നമ്മുടെ അരികിലുണ്ട്. ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചൊന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നും എല്ലാം എന്ന അതിനപ്പുറമായിട്ടൊക്കെ വരുന്നതൊക്കെ നമ്മളാവുന്ന യെസ് കർത്താവ്, യെസ് ഐ ആം റെഡി. ആ ദൈവവുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ദിവസങ്ങളിലെ ചെറുതും പല കാര്യങ്ങൾ. വില്യം കേരി ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രാപിപ്പാനും ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനും ഇല്ലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നീതിമാന്റെ സ്തുതിയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന്റെ താഴത്തെ വാക്യത്തിൽ എങ്ങനെ പറഞ്ഞു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു ഏലിയാവ്. എന്നാൽ ആകാശം എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആകാശത്തില് മഴ അവിടെ സ്റ്റോപ്പായി. പിന്നെ മഴ പെയ്യാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അമ്മേൻ. ആകാശത്തു നിന്ന് മഴ. ദൈവത്തിന് അതാണ് വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഉള്ളിൽ നിന്നിരിക്കുന്ന ആ നീരുറവ. ഹല്ലേലൂയ. അതെന്ത് ചെയ്യാം, അതങ്ങോട്ട് വരുമ്പോഴാണ് ഭൂമിയിൽ ധാന്യം വിളയുന്നത്. ഈ ധാന്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ഭാവിക്ക് വേണ്ടി ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്ത് ചെയ്യുക, അവിടെ വിളഞ്ഞെന്നാ ഇല്ല, ധാന്യം
വിളഞ്ഞു. ഹല്ലേലൂയ. എപ്പോഴാണ്? ആ മഴ അങ്ങോട്ട് വന്നപ്പോൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മെ ശക്തനാക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കുന്നതാണ് കർത്താവിന്റെ വചനം. നമുക്ക് കർത്താവിനോട് യാചിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. എഫെസ്യർ 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ വായിക്കണ്ട, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ സർവായുധ വർഗത്തിലൊന്നാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. ആമേൻ. ഹല്ലേലൂയ. ആത്മാവാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, ഈ സന്ധ്യാസമയം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, എഫക്റ്റീവ്, ഫെർവനന്റ് ആൻഡ് റൈച്ചസ് ഹല്ലേലൂയ പ്രാർത്ഥന കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ്, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു, കർത്താവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല കർത്താവേ, സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടുകൂടെ കർത്താവേ, മക്കൾ എന്നുള്ള ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവേ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പാൻ കർത്താവ്, വിശ്വാസത്താൽ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവെ, അനേർക്ക് വേണ്ടി ഇരുവിൽ നിൽപ്പാൻ, ആ നിരപ്പിന്റെ ശുശ്രൂഷ അനേരിലേക്ക് വ്യാപിപ്പിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം ഇനി വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം കേൾക്കാതെ ഓടിപ്പോയവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്ന കർത്താവെ, വചനം വായിച്ചു നിർത്താൻ ദാസിക്കായി സ്തോത്രം കർത്താവെ, വായിക്കുവാൻ റെഡി ആയിരിക്കുന്ന എല്ലാ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും ഒരുമിച്ച് കർത്താവെ ഞങ്ങളെ ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കണമേ, തുടർന്നുള്ള ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രളയനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ വരും. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തു മരിച്ച മുമ്പ് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. അപ്രത്യാശയുടെ ആ പൂർണ്ണ നിശ്ചയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവിനെ എതിരേൽപ്പാൻ, കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾ എല്ലാം ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനവമോത്തം കർത്താവിന് എനിക്ക് വേണ്ടി ചെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധ്യാനമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ.